പൊതുവിദ്യാഭ്യാസ മേഖലയെ ചേർത്തുപിടിച്ച് പിണറായി സർക്കാർ. പത്തനംതിട്ട അടൂർ തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. നൂറ്റാണ്ടുകാലം പ്രദേശത്ത് വിദ്യയുടെ വെളിച്ചം പകർന്ന വിദ്യാലയമുത്തശ്ശിയാണ് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. കിഫ്ബി മുഖേന സ്കൂളിന്റെ വികസനം സാധ്യമായിരിക്കുകയാണ്. 5000 കോടി രൂപയുടെ പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പിണറായി സർക്കാർ നടപ്പാക്കിയത്. 5000 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബി മുഖാന്തരം നമ്മൾ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 55,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. നിരവധി സ്കൂളുകൾ ലിഫ്റ്റുണ്ട്. നിരവധി സ്കൂളുകൾ എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്. അങ്ങനെ ഇന്നൊരു ഇന്റർനാഷണലായിട്ടും നാഷണലായിട്ടും മത്സരിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു സംവിധാനങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അടൂർ നിയോജകമണ്ഡലത്തിലും കിഫ്ബി വിദ്യാഭ്യാസ മേഖലയിൽ വിസ്മയം സൃഷ്ടിക്കുകയാണ്. അടൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം കിഫ്ബി വഴി നിരവധി സ്കൂളുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ തൃച്ചേന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ, ഗേൾസ് ഹൈസ്കൂളിന് 3 കോടി രൂപ, കിഴക്കോറം ഹൈസ്കൂളിന് 3 കോടി രൂപ, പന്തളം തോട്ടക്കോണം ഹൈസ്കൂളിന് 3 കോടി രൂപ, ഉഴിക്കാട് UPS 2 കോടി രൂപ, അതുപോലെ തന്നെ തുമ്പമൺ UPS 1 കോടി രൂപ. അങ്ങനെ കിഫ്ബി വഴി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചത്. സ്കൂളിന്റെ വളർച്ചയിൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഒരുപോലെ സന്തോഷത്തിലാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.